പാതുവായിലെ വിശുദ്ധ അന്തോണീസ് ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ ഇന്നും അത്ഭുത പ്രവർത്തകനാണ് വിശുദ്ധ അന്തോണീസ്. സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു. ഫെർഡിനൻഡ് എന്നായിരുന്നു മാമുദീസ പേര്. ആദ്യം അഗസ്റ്റീനിയൻ സന്യാസാർത്ഥിയായിരുന്നുവെങ്കിലും അക്കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച 5 ഫ്രാൻസിസ്കൻ വൈദികരുടെ സംസ്കാര കർമ്മത്തിൽ പങ്കെടുത്തപ്പോൾ അവരെപ്പോലെ രക്തസാക്ഷിയായി മരിക്കണമെന്ന മോഹത്തിൽ ആ സഭയിൽ ചേർന്നു. 25-ാമത്തെ വയസ്സിൽ പുരോഹിതനായ അദ്ദേഹം മതമർദ്ദനം നടന്നിരുന്ന ആഫ്രിക്കയിലേക്ക് മൊറാക്ക മിഷൻ പ്രവർത്തനത്തിനായി പോകാൻ സന്നദ്ധനായി. അവിടെ വെച്ച് രോഗബാധിതനായി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ഇറ്റലിയിലാണ് ചെന്നെത്തിയത്. ഒരു പട്ടാഭിഷേക ചടങ്ങിൽ പ്രാസംഗികൻ എത്തിച്ചേരാത്തതിനാൽ ആ ഭാഗധേയം വന്നെത്തിയത് അന്തോണീസിനായിരുന്നു. ഹൃദയസ്പർശിയായ ആ പ്രസംഗം അദ്ദേഹത്തിന്റെ ജീവിത നിയോഗം തന്നെ മാറ്റിമറിച്ചു. ഇറ്റലിയിലെ മുഴുവൻ ആശ്രമങ്ങളിലും പള്ളികളിലും ധ്യാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഒഴിവു സമയങ്ങളിൽ മത്സ്യങ്ങളോടും പക്ഷികളോടും അദ്ദേഹം പ്രസംഗിക്കുകയും അദ്ദേഹത്തിന്റെ വചനങ്ങൾ അവ സാഗൂതം ശ്രവിക്കുകയും ചെയ്തിരുന്നുവത്രേ. ആ നാവ് ഇപ്പോഴും അഴുകാതെയിരിക്കുന്നുവെന്നത് സമസ്ത സൃഷ്ടികളോടും ദൈവസ്നേഹം പ്രകീർത്തിച്ച ആ നാവിനോടുള്ള ദൈവത്തിന്റെ പ്രീതിയായി പരിഗണിക്കപ്പെടുന്നു. നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരികെ കിട്ടുന്നതിനുള്ള പ്രത്യേക മധ്യസ്ഥ ശക്തിക്കും ഭക്തിക്കും കാരണമായ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്രകാരമാണ്. ഒരിക്കൽ പ്രസംഗിക്കാൻ ഒരുക്കി വെച്ചിരുന്ന കുറിപ്പുകൾ ആരോ മോഷ്ടിച്ചുവെന്നും അതോടെ പ്രസംഗഭീതിയിലാണ്ട അന്തോണിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്ന പോലെ മോഷ്ടാവിനെ ഊരിപ്പിടിച്ച വാളുമായി ഏതോ ശക്തി തടഞ്ഞു വെക്കുകയും പ്രസംഗക്കുറിപ്പ് തിരികെ ലഭിക്കുകയും ചെയ്തുവെന്നതുമാണ് കളഞ്ഞുപോയ വസ്തുക്കൾ തിരികെ കിട്ടാനുള്ള പ്രത്യേക മധ്യസ്ഥത്തിന്റെ കാരണം. ആരുമില്ലാത്ത സമയത്ത് ഉണ്ണിയേശു വിശുദ്ധ അന്തോണീസുമായി കളികളിൽ ഏർപ്പെട്ടിരുന്നുവെന്ന ദൃക്സാക്ഷി വിവരണത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ണിയേശുവിനെ കയ്യിലേന്തി നിൽക്കുന്ന രൂപങ്ങളും പടങ്ങളും രൂപം കൊണ്ടത്. അദ്ദേഹത്തിന്റെ ജീവിത നൈർമല്യത്തിന്റെ പ്രതീകമായിട്ടാണ് രൂപങ്ങളിൽ ഒരു ലില്ലിപ്പൂവിനെയും ചിത്രങ്ങളിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ച നിമിഷത്തിൽ പള്ളിമണികൾ താനെ മുഴങ്ങിക്കൊണ്ടിരുന്നുവെന്നും ഏതോ ദർശനം കണ്ടാലെന്ന പോലെ കുട്ടികൾ ഞങ്ങളുടെ പിതാവ് വിശുദ്ധ അന്തോണീസ് മരിച്ചിരിക്കുന്നുവെന്നും വിളിച്ചു പറയപ്പെട്ടതായും ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. മരിച്ചതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെട്ടത് കത്തോലിക്ക സഭാ ചരിത്രത്തിലെ വിരള സംഭവങ്ങളിലൊന്നാണ്. അഴുകാത്ത ആ നാവിൽ നിന്നും നിർഗളിച്ച ദൈവസ്നേഹ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ 1946-ൽ പിയൂസ് 12 മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗനായി പ്രഖ്യാപിച്ചു.